വൈക്കത്തപ്പനും ശിവരാത്രി, വടക്കും നാഥനും ശിവരാത്രി, ഭഗവാനും തിരുനൊയമ്പ്, ഇന്ന് ഭഗവതിക്കും തിരുനൊയമ്പ്, ഉണ്ണി ഗണപതിക്കും തിരുനൊയമ്പ്. വൈക്കത്തപ്പനും ശിവരാത്രി, വടക്കും നാഥനും ശിവരാത്രി, ഭഗവാനും തിരുനൊയമ്പ്, ഇന്ന് ഭഗവതിക്കും തിരുനൊയമ്പ്, ഉണ്ണി ഗണപതിക്കും തിരുനൊയമ്പ്. വൈക്കത്തപ്പനും ശിവരാത്രി. സ്വർഗഗംഗയിൽ നീരാടി, സ്വർണ്ണക്കൂവളത്തിലൂടി, സ്വർഗഗംഗയിൽ നീരാടി, സ്വർണ്ണക്കൂവളത്തിലൂടി, ത്രിശിവ പേരു മതിലകത്ത് നാഥൻ ദർശനം നൽകും ശിവരാത്രി. ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ശംഭോ, ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ശംഭോ. വൈക്കത്തപ്പനും ശിവരാത്രി, വടക്കും നാഥനും ശിവരാത്രി, ഭഗവാനും തിരുനൊയമ്പ്, ഇന്ന് ഭഗവതിക്കും തിരുനൊയമ്പ്, ഉണ്ണി ഗണപതിക്കും തിരുനൊയമ്പ്. വൈക്കത്തപ്പനും ശിവരാത്രി. മൂന്നാം തൃക്കണ്ണിൽ തീയോടെ, മുടിയിൽ നാഗഫണത്തോടെ, മൂന്നാം തൃക്കണ്ണിൽ തീയോടെ, മുടിയിൽ നാഗഫണത്തോടെ, തിരുവേറ്റുമാനൂരമ്പലത്തിൽ നാഥൻ താണ്ഡവമാടും ശിവരാത്രി. ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ശംഭോ. അച്ഛനും അമ്മയും കാണാതെ അമ്പലക്കെട്ടിലടുക്കളയിൽ, അച്ഛനും അമ്മയും കാണാതെ അമ്പലക്കെട്ടിലടുക്കളയിൽ, അരമന പായസം ഉരുളിയുടെ ഉണ്ണി ഗണപതി ഉണ്ണും ശിവരാത്രി. വൈക്കത്തപ്പനും ശിവരാത്രി, വടക്കും നാഥനും ശിവരാത്രി, ഭഗവാനും തിരുനൊയമ്പ്, ഇന്ന് ഭഗവതിക്കും തിരുനൊയമ്പ്, ഉണ്ണി ഗണപതിക്കും തിരുനൊയമ്പ്. ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ശംഭോ, ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ശംഭോ, ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ശംഭോ, ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ശംഭോ. ഇനി ആ പായസവും പ്രസാദവും ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ആ ഭാരതി, നിന്റെ കൈ കൊണ്ട് തന്നെ നീ അത് കൊടുക്ക. ആ പണിക്കേണ്ടി കഴിഞ്ഞു വന്നാട്ടെ. ഓ കണ്ടില്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചോദ്യം തുടങ്ങും. അമ്മാവനെ കണ്ടില്ലല്ലോ, അമ്മാവൻ എപ്പോ വരും, അമ്മാവൻ വരുമ്പോ കാപ്പി കൊടുക്കണ അമ്മേ എന്നല്ല. എനിക്കും അങ്ങനെ തന്നെ. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു വല്ലാതെ. ഇന്ന് തന്നെ പാഴത്തെ കൂലിയും കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. പക്ഷേ ഈ പെണ്ണിനോട് സ്നേഹമില്ല. ആട്ടെ, നിനക്ക് നിന്റെ അമ്മയോടാണോ അമ്മാവനോടാണോ കൂടുതൽ സ്നേഹം?
അമ്മയോടും അമ്മാവനോടും അണ്ണനോടും. കൂടുതൽ സ്നേഹം ആരോടെന്നാ ചോദിച്ചു? അമ്മാവനോടും അമ്മയോടും അണ്ണനോടും. ഇതോടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. ഒരു നിമിഷം ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. ഞാൻ അവിടെ നടയിരിക്കണം. കൊച്ചുങ്ങൾക്ക് പായസവും നാമച്ചേർത്തൊക്കെ അതൊക്കെ കഴിഞ്ഞില്ലേ? ആ നീ പൊയ്ക്കോ. മാലതിയുടെ ആഹാരം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ ഇല്ലേ? കൊച്ചുങ്ങൾ എടുത്ത് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഇതുപോലുള്ള കുട്ടികൾക്ക് പായസം വിതരണം ചെയ്യാൻ തുടങ്ങിയ സൽക്കർമ്മങ്ങളാണ് നമ്മുടെ കുടുംബത്തിന് ആവശ്യം. സ്വാമി, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഉണ്ട്. എങ്കിലും എന്റെ കുടുംബത്തിൽ ഒരു സന്തതി പോലുമില്ലല്ലോ. പ്രഭാകരൻ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായില്ലേ സ്വാമി? സമാധാനിച്ചാട്ട പണിക്കരത്യം. ഈ കൃഷ്ണാനന്ദ സ്വാമി ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ സന്തതികൾ ഉണ്ടാവും. ഒരു പൂവിന്റെ പേര് പറഞ്ഞാട്ട് ശ്രീപാർവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പൂവിന്റെ പേര് എളുപ്പം പറഞ്ഞാൽ സൂര്യകാന്തി. സൂര്യകാന്തി. സു ആദ്യക്ഷരം സ. സപ്തസാഗരം, സപ്തഋഷികൾ, സപ്ത ഐശ്വര്യം, സപ്തസാലം, സപ്തവർണ്ണങ്ങൾ. സ ഐശ്വര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് 7 കുഞ്ഞുങ്ങളെങ്കിലും നമ്മുടെ മാലതി കുഞ്ഞിനുണ്ടാവും. ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതിയായിരുന്നു സ്വാമി. കുറച്ച് നിലവും പുരയിടവും ഉള്ളതിന്റെ അവകാശി. സ്വാമി എന്തിനാ ഈ കഞ്ചാവെല്ലാം കൂടി ഇങ്ങനെ അരിഞ്ഞു കൂട്ടുന്നത്? പാപം പറയരുത്, കഞ്ചാവെന്ന് നിഷേധമായിട്ട് പറയരുത്. ഈ ശിവമൂലി കണ്ടുപിടിച്ചത് സാക്ഷാൽ പരമശിവനാണ്. ഇതിൽ 2 പുകയടിച്ച് ഭഗവാൻ ധ്യാനനിരതനായി ഇങ്ങനെ ഇരുന്നാൽ ശ്രീപാർവതി പഠിച്ച പണി 18 കഴിച്ചാലും ഭഗവാന്റെ മനസ്സിനൊരു ഇളക്കം തട്ടത്തില്ല. അതാണ് ഇവന്റെ യോഗ്യത. അപ്പോൾ അങ്ങനെയാണ് ശിവമൂലി ഇത് പേര് വന്നത്. ഇതില്ലേ, ഈ ശിവമൂലിയുടെ പുക അകത്ത് ചെല്ലുമ്പോഴാണ് സപ്തനാഡികളും ഉണരുന്നത്. അങ്ങനെ സപ്തനാഡികളും ഉണരുമ്പോഴാണ് ഏകാഗ്രത വർദ്ധിക്കുന്നത്. ആ ഏകാഗ്രതയിൽ നിന്നാണ് ത്രികാലജ്ഞാനം ഉണ്ടാകുന്നത്. ത്രികാലജ്ഞാനത്തിൽ നിന്ന് പിന്നെ ബ്രഹ്മത്തിൽ ലയിക്കുക. അതാണ് ഇവന്റെ ഒരു ഗുണം. ഭഗവാനെ, പക്ഷെ ശിവമൂലി പിടിക്കേണ്ട പോലെ പിടിക്കണം. ഇപ്പൊ ചില അജ്ഞാനികൾ സിഗരറ്റിനകത്തും ബീഡിക്കകത്തും ഒക്കെ വെച്ച് പിടിക്കുന്നുണ്ട്. അത് ശരിയല്ല. ആട്ടെ, ഈ കുടുക്കയ്ക്കകത്ത് ഒഴിക്കാൻ ശകലം പച്ചവെള്ളവും ഈ ചിരുമ്പിന് തീ വയ്ക്കാൻ ശകലം ചകിരിയും കൊണ്ടുവരാൻ പറഞ്ഞാട്ടെ. എനിക്ക് വേണ്ട സ്വാമി. ശിവമൂലിയ നിഷേധിക്കരുത്. ആത്മാവിനെ നിലയ്ക്ക് നിർത്തി ശിവനെ ധ്യാനിച്ചോണ്ടൊരു പിടി പിടിച്ചാട്ടെ. പിടിച്ചാട്ടെ. സ്വാമി, ആത്മാവെങ്കിൽ ഒരൽപ്പം കളങ്കം കിടപ്പുണ്ട്. അതുകൊണ്ടാ ചുമക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് പിടിച്ചു നോക്കാം. എന്താ ഇതിനകത്ത് ശിവതാണ്ഡകത്തിന്റെ ഉടുക്കിന്റെ ഒരു ശബ്ദം? കുളിക്കാൻ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളിക്കണ്ടേ? ഇത്രയും ദേഷ്യം കാണിക്കാൻ എന്തുണ്ടായി? നേരത്തെ ഊണ് കഴിച്ചിട്ട് ഉറങ്ങാം. മാലതി,
ഏയ് എന്നോട് പിണക്കവാ? ഓ, നിന്റെ ഒരു പിണക്കം. എണീറ്റ് വാ. നിന്റെ പിണക്കെല്ലാം തീർന്നു. എനിക്ക് എല്ലാവരും നല്ല ദേഷ്യം. എനിക്ക് ദേഷ്യമൊന്നുമില്ല. ചിലപ്പോ അവന് ചുണ്ടി വരും. അത് കാരണം കൊണ്ടായിട്ടല്ല. കാരണം ഉണ്ടായിട്ടാണ്. എന്താ? ഞാൻ മച്ചിയല്ലേ, ഈ വീട്ടിലൊരു കുഞ്ഞില്ല ഞാൻ കാരണം. നീ ആവശ്യമില്ലാതൊന്നും സംസാരിക്കാതെ വാ. ആരല്ല ചേച്ചിയെ ഇങ്ങോട്ട് വീട്ടിൽ വരെ വരാൻ ഇപ്പോഴെങ്കിലും ചേട്ടന് തോന്നിയല്ലോ. എത്ര നാളായി. ശാന്ത വളർന്നു പോയിരിക്കുന്നല്ലേ. ഇനി എനിക്കൊരു ജോലിയായി. പോയി ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഈ ചേട്ടനും ചേച്ചിക്കും എന്താണ്? പക്ഷേ അന്യരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് മോശമാണ് ശാന്തി. ചേച്ചി എന്തിനാണ് ഞാൻ അയച്ച എഴുത്ത് ചേട്ടനെ കാണിച്ചത്? നീ ഒരു ഭാര്യയാകുമ്പോൾ മനസ്സിലാവും. ഒരു അന്യപുരുഷന്റെ മുമ്പിൽ വെച്ച് ചേച്ചിയോട് ഇങ്ങനെ പെരുമാറുന്നത് കഷ്ടമാണ് ശാന്തി. ഞാൻ ചേച്ചിയുടെ കൂടെ താമസിച്ച് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണമെന്ന് ചേച്ചി എഴുതിയപ്പോൾ ഞാൻ മറുപടി അയച്ചു. എന്നെ ഇതുവരെ പഠിപ്പിച്ചത് ചേട്ടനാണ്. ഇനിയും ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത് മോശമാണ്. എന്നാലും അന്യപുരുഷന്മാരുടെ കൈക്ക് ഇങ്ങനെ പിടിക്കുന്നത് മോശം തന്നെയാണ്. മോശമാണെങ്കിൽ ഞാൻ സഹിച്ചു. ചേട്ടൻ എന്നെ പഠിപ്പിക്കാൻ ചെലവാക്കിയതിനെല്ലാം ഞാൻ കണക്ക് എഴുതിയിട്ടുണ്ട്. എനിക്കൊരു ജോലി കിട്ടുമ്പോൾ മടക്കി തരും. ആ, തരുമല്ലോ. ഒരു പ്രാവശ്യമായിട്ടില്ല കേട്ടോ, കുറേശ. അതെന്നെ കൊണ്ടുപോക്കൂ. പെണ്ണിന്റെ വാല് കണ്ടില്ലേ? മോളെ, എത്ര നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? കേറിയിരിക്കും കുഞ്ഞേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷമല്ല നിങ്ങൾക്കല്ലേ. ഞങ്ങള് ഗവൺമെന്റിനെതിരായി നിർണായകമായ ഒരു സമരത്തിലേക്ക് നീങ്ങിയിരിക്കുക. നീ നീക്കോ, വീട്ടുകാരി ഒന്നും നോക്കണ്ട. അമ്മയ്ക്ക് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വല്ലതും അറിയാം. അളിയനിരിക്കും. എനിക്ക് ഇന്ന് 3 മീറ്റിംഗ് പങ്കെടുക്കാനുണ്ട്. രാത്രി പാർട്ടി എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അമ്മ, ഞാൻ ഇറങ്ങുന്നേ. നമുക്ക് ഈ മാസത്തിൽ മാസമുറ തെറ്റിയില്ലല്ലോ. ഇല്ല. കുടുംബത്തിലെ വല്ല ദോഷമാണോ എന്നാണ് എന്റെ വിചാരം. ചേട്ടൻ കുടിക്കാൻ എന്ത് വേണം ചോദിക്കും. ചേട്ടാ, കുടിക്കാൻ എന്ത് വേണം? അഹങ്കാരി, ഇങ്ങനെ ഭൂമി എടുത്താന്നോട് ചോദിക്കുന്നത്. ചേട്ടന്റെ കുടുംബസ്ഥിതി നോക്കിയാൽ നമുക്ക് ചേരേണ്ടുന്ന പയ്യനല്ല. പിന്നെ ഭാഗ്യത്തിന് നിങ്ങൾ തമ്മിൽ സ്നേഹവുമായി ബന്ധവും നടന്നു. നമുക്ക് പോന്നു പോരാത്ത സഹായമൊക്കെ ചെയ്യുന്നുമുണ്ട്. പിന്നെ കുട്ടികളില്ലാത്ത ഒരു മനോവേഷം ഇങ്ങനെ വളർന്നാൽ എന്തായി തീരുമെന്നാണ് എന്റെ ഒരു പേടി. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ജീവനാണ്. എല്ലാം ദൈവത്തിന്റെ വഴി. ചേട്ടൻ എന്താ ഇവിടെ തരുന്നത്? ആ, ഞാനേ ഈ തെങ്ങിലൊക്കെ എത്ര മാങ്ങയുണ്ടെന്ന് നോക്കായിരുന്നു. അത് തെങ്ങിലല്ല, പ്ലാവിലല്ലേ നോക്ക. ചേട്ടന് എന്ത് വേണം കുടിക്കാൻ? ഏയ്, ഞാൻ അന്യരുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാറില്ല. അന്യരുടെ വീട്ടിൽ കഞ്ഞിവെള്ളമേ ഉള്ളൂ. വേണമെങ്കിൽ കടുത്ത ഉപ്പൊഴിച്ച് തരാം. കഞ്ഞിവെള്ളമാണ്. എന്നാൽ അന്യ വീട്ടിൽ നിന്നായാലും വേണ്ടില്ല, ഒരല്പം കഴിച്ചു കളയാം. മൺചട്ടിയിലെ കൊണ്ടുതരാൻ ഒക്കൂ. നിങ്ങളുടെ വീട്ടിലെ പോലെ ഒക്കില്ല. ആ, മൺചട്ടിയിലായാലും വേണ്ടില്ല. നിന്റെ ഈ വൃത്തികെട്ട കൈ കൊണ്ടല്ലേ തരുന്നത്, ഒരല്പം കഴിച്ചു കളയാം. ആ, നീ സ്കൂളിൽ പാട്ട് പാടി സമ്മാനം വാങ്ങിച്ചു എന്നൊക്കെ ചേച്ചി പറഞ്ഞു കേട്ടു. ആ പാട്ടം കേട്ടെ. ആ, ചേട്ടന് സ്കൂളിൽ വന്ന് കേൾക്കാമായിരുന്നില്ലേ? അതേതായാലും കേട്ടില്ലല്ലോ. നീ ഒന്ന് പാട്. ഞാൻ പാടൂല. ഒന്ന് പാട് ശാന്തേ. പാട്.
എന്താണ് ഇവിടെ ചേട്ടനും അനിയത്തി കൂടി പാട്ടും കളി? പാട്ട് നന്നായോ? മഹാബോറ്. പിന്നെ പിന്നെ മോറാകും. എടീ ഇവിടെ ആരാണ് പറഞ്ഞേ? വിളിച്ചാ വന്നില്ല ഇത് ഞാൻ കൊല്ലു ഞാൻ. അഹങ്കാരി. എടീ ഇവിടെ ഞാനാണ്. അവിടെ നിപ്പടി. വിളിച്ചാ വന്നില്ല ഇന്ന് ഞാൻ കൊല്ലു ഞാൻ. അഹങ്കാരി. എടീ ഇവിടെ ആരാണ് പറഞ്ഞേ? അഹങ്കാരി. അഹങ്കാരി. എടി 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 കുന്നം പിടിക്കാതെ. എടി എടി കൊച്ചുങ്ങളെ മുഴുവൻ നീ എടുത്ത് മനുഷ്യരെ കയറ്റിയില്ലടി. എടി എടുത്ത് നീ എന്നെ എടുത്തടി. നീ ആ കൊല്ലുകാരി. എടി എടി അഹങ്കാരി. എടി നിക്കറിയോടെ നിക്കറിയോടെ. എടി 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 അഹങ്കാരി. എടി ഇങ്ങനെ ഉണ്ടോ ഒരു ഫീൽഡ് കൊണ്ടുവരാൻ? മീനാക്ഷി എന്താണിത്? താൻ ഓടിച്ചു? അല്ല കുഞ്ഞെ, ഞാൻ ഇത്തിരി ചോറെടുത്ത് അടച്ചു വെച്ചിരുന്നു ഈ കൊച്ചിന് കൊടുക്കാനായിട്ട്. ഇവിടെ കട്ടടുത്ത് നിന്നല്ലേ? ഇവിടെല്ലേ മൂത്തത്? ഇല്ല ഇല്ല ഇവിടെല്ലയോ? ഇനിയിപ്പോ ഈ കൊച്ചിനെ ഞാൻ എന്തോ കൊടുക്കും എന്റെ കുഞ്ഞ്? മുതലാണെ പാലുമില്ല. വീട്ടിൽ ജോലിക്ക് വരാറുള്ള ജാനകിത്തള്ളയുടെ മോളാണ് മീനാക്ഷി. അവന്റെ ചിരിയുണ്ടോ? മീനാക്ഷിക്ക് ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? 4 എണ്ണം ഉണ്ട്. ആ പ്രാവശ്യം ജയിക്കാൻ പറഞ്ഞ ആ കാലപാഠം കേൾക്കത്തില്ല. അടുത്ത പ്രസവത്തോടെ ഞാനങ്ങ് ജയിക്കുമെന്ന് അങ്ങേരത്തൊക്കെ പറഞ്ഞിരിക്കുക. അയ്യോ വേണ്ട, അവന്റെ മേലും ഒഴുക്ക അഴുക്കാ സാറേ. ഇവന്റെ പേരെന്താ? കോവാല്. എടാ കോവാല. കുഞ്ഞിനിപ്പോഴും ഇല്ലയോ? ഇല്ല, കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരുന്നു എന്റെ കല്യാണം. ഓ ഒന്നും ഓർത്താ പിള്ളേരും പ്രകൃതി ഒന്നും ഇല്ലാതിരിക്കുവാ നല്ലത്. മീനാക്ഷിക്ക് കുട്ടികളുള്ളത് വിഷമമാണോ? എല്ലാവർക്കും കൂടെ തിന്നാൻ എന്തോടത്ത് വെച്ച് കൊടുക്കും. പിള്ളേരുടെ കൊണ്ടൊക്കെയാണെ വല്ലപ്പോഴും ഉള്ളു ജോലി. കിട്ടിയ കാശ് അങ്ങനെ ഉണ്ടേ കുടിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ 1-2 വീട്ടിൽ പാത്രം തേക്കാനും മിറ്റം തൂക്കാനും ഒക്കെ പോകുന്നത് കൊണ്ട് അവരൊരു നേരത്തെ ആഹാരം തരും. വെള്ളം ഞാൻ കുടിച്ചേച്ചും മറ്റുകൊണ്ടോന്ന് പിള്ളേർക്ക് കൊടുക്കും. മീനാക്ഷിയുടെ ഒരു കുട്ടി ഇങ്ങ് തന്നെ ഞാൻ വളർത്തിക്കോളാം. അയ്യോ അങ്ങനെ പറയല്ലേ. 9 കുഴിക്ക് കൊടുത്താലും 1 വളർത്താൻ കൊടുക്കത്തില്ല പെറ്റതള്ള. മോന് കോഴിയെ കാണുന്നു. കോഴിക്കൂടിനകത്ത് മുട്ട ഉണ്ടോ നോക്കാമോ? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വേടാ, ഞാനൊന്ന് എടുക്കട്ടെ. ഇങ്ങോട്ട് വിളിച്ചു നോക്ക്. നിനക്ക് മുട്ടായും ബീപ്പിയും വാങ്ങിത്തരാം. നീ ഇങ്ങോട്ട് വാ. ഓ ഞാനൊന്നെടുത്ത് എന്ത് വരുമെന്ന് നോക്കട്ടെ. കരയില്ലേ കരയില്ലേ കരയില്ലേ. കരയും മോനെ, നല്ല മോനെ. തിരികെ കരയോ മോനെ? ബാബാ പോകാം പോകാം, നമുക്ക് പോകാം. ചേച്ചി ചേച്ചി ഇനി വന്നേ. അമ്മേ ചേട്ടന് കാപ്പി കൊടുക്കട്ടെ? ശാന്ത എവിടെ അമ്മേ? അടുക്കളയില്. ഞാൻ വരണേ ശാന്തേ? നിങ്ങൾക്ക് ഊൺ തയ്യാറാക്കാൻ ഞാൻ മതി. നീ അത്രയ്ക്ക് മിടുക്കിയാണോ? പാവം പെണ്ണ്, അവക്കൊരു ഇരിശരണമില്ല. അതിനൊരു കാര്യം ചെയ്യാമേ, അവൻ ഞങ്ങളുടെ കൂടെ വരട്ടെ, ടൈപ്പ് പഠിപ്പിക്കാം. അതെ, എന്നിട്ട് വല്ല ജോലിക്കും ശ്രമിക്കാം. എന്താ ഇത്? ചേട്ടൻ കുടിച്ചു നോക്കൂ. ഓ ഭയങ്കര ചൂട്, കൈപൊള്ളി പോയല്ലോ. എന്താ വിളിച്ചിരിക്കുന്നത്? ഞാൻ പിന്നെ ആലോചിക്കുന്നത്, അമ്മയ്ക്കൊരു അന്തിക്കൂട്ടിന് ആരുണ്ട്? ഗോപി വ്യവസ്ഥിതി മാറ്റാൻ നടക്കുകയല്ലേ. ഓ എന്റെ കാര്യം കള. ഞാൻ ആ മീനാക്ഷി പെണ്ണിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചോളാം. ഞാൻ എന്നും ദുഃഖിക്കാനുള്ളവളാണ് മോളെ. നിന്റെ കുഞ്ഞിനെ ഓമനിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയല്ലോ. അമ്മ സങ്കടപ്പെടണ്ട, ചേച്ചി പ്രസവിക്കില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ പ്രസവിച്ച് എന്റെ കുഞ്ഞിനെ ചേച്ചിയുടെയും അമ്മയുടെയും മടി കൊണ്ടിരുത്താം. ഓടിയാകട്ടെ.
കരയുന്നത്? മണ്ടി. ഒന്നും ഉണ്ടായില്ലല്ലോ. നീ നേരം പോക്ക് പറഞ്ഞതാണെന്ന് ചേച്ചിക്കറിയാം. കരയാ. ശാന്തി എന്തിനാ കരയുന്നേ? ഓ, ഒന്നുമില്ല. നീ അവളെ വേദനിപ്പിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും പറഞ്ഞു കാണും. ശാന്തയ്ക്ക് കരയാൻ അധികമൊന്നും വേണ്ടല്ലോ. ശാന്തേ, ചേട്ടന് നേരത്തെ ഉണ്ണണം. വേഗമാവട്ടെ. നീയും കൂടി ഇരുന്ന് ഊണ് കഴിക്ക്. ഞാൻ പിന്നെ കഴിച്ചോളാം. ശാന്ത വെള്ളം പോലോ. അവൾക്ക് അപ്പുറത്ത് ജോലിയുണ്ട്. ആ, എനിക്കിതൊക്കെ മതി. ആ, എന്നാൽ ഞങ്ങൾ ആ, നേരത്തെ പോയി. ആ, മോളെ, പ്രഭാകരനെ പ്രത്യേകം നോക്കണേ. സമയത്തിന് ആഹാരം കഴിക്കില്ലമ്മേ. പാടത്തും പറമ്പിലും ഒക്കെ ചുറ്റി നടക്കും. ശാന്ത വരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴായിരുന്നു ഞങ്ങളുടെ കൂടെ വരായിരുന്നു. അവൾക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ ഒക്കുമോ? അമ്മയുടെ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യണ്ടേ? ആ, ശരി, എന്നപ്പോ പോയിട്ട് വറ്റമ്മേ. ആഹാ, ഇന്ന് തന്നെ പോവാന്നോ? അതെ. മിടുക്കൻ. ഞങ്ങൾ പോയിട്ട് വരാം. ഇഞ്ഞതാമോനെ, നമുക്ക് അരിയും ചീനിയും മേടിക്കാം. അയ്യോ, എന്റെ പൊന്നോക്കളെ. ആ രൂപ കാണട്ടെ. ഏത് രൂപ? മാലതിയമ്മയുടെ ഭർത്താവ് നമ്മുടെ മോന് കൊടുത്ത രൂപ. അതങ്ങനെ ഇപ്പൊ കാണണ്ട. ഇതെനിക്ക് അരിയും ചീനിയും മേടിക്കാനാ. നോട്ടൊന്ന് കാണട്ടെ മീനാക്ഷി. അത് എടുക്കണ്ടാണോ നോക്കാനാ? എടുപ്പിച്ചോളാം. അഹങ്കാരം കുറെ കൂടി പോകുന്നുണ്ട്. നോട്ടും എടുത്തേ. ഞാൻ തരത്തില്ല. ഇന്നലെ അത്താഴ പ്രശ്നയാ. ഇങ്ങനെ പരാതിയാണ്. ഞാൻ ഈ നോട്ട് തരത്തില്ല. കാലമാടനെ എല്ലാം മുടിക്കും. ആ കാശം മുഴുവൻ അങ്ങ് കുടിക്കല്ലേ. ആയിരിക്കുള്ള കാശിങ്ങ് തിരിച്ചു കൊണ്ടുപോകണേ. അപ്പൊ കാലാവും. കൊണ്ടുപോയി ഈ വേണ പൊക്കോ ടാപ്പിലോട്ട്. മാറി അതേടെ നിൽക്കാൻ വയ്യ. അറിവിന് സാക്ഷിയായിട്ടിരിക്കുന്ന എന്തിനാ? ഒന്ന് തുറന്നേ. തുറക്കൂ. അദ്ദേഹത്തോട് ചോദിക്കും. വിളിച്ചു ചോദിക്കടാ. കൊച്ചമ്മനെ
ഒന്നും വേണ്ട. പിന്നെ ചോറ് വിളമ്പട്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? കൊച്ചമ്മ. അവളോട് എന്തോളാൻ പറ. മണിയാ, ഇവിടെ വാ. അദ്ദേഹത്തോട് കഞ്ഞി കുടിച്ചിട്ട് പോകാൻ പറ. കഞ്ഞി കൊടുത്തോ? കൊടുത്തു. എന്നാ തെളിക്കേ. എന്നാടാ കഞ്ഞി കുടിച്ചിട്ട് പോകാൻ. നീ ആരെന്നെ കഞ്ഞി കുടിപ്പിക്കുന്നേ? തെളിക്ക എടുത്തോണ്ട് പോണോ? എന്നാ കൊച്ചമ്മ കഞ്ഞി കുടിച്ചാട്ടെ. നീ നിന്റെ ജോലി നോക്കടാ. അടുത്ത് തന്നെ നിനക്കൊരു ബന്ധമുണ്ടാവും. ഈ രേഖ ഉണ്ടോ? ഈ രേഖ ഇങ്ങോട്ട് കയറിയാൽ എന്നെ പോലെ സുന്ദരനും അന്തസ്സുള്ളവനും ആഭിജാത്യമുള്ളവനും മിടുക്കനായ ഒരാളെ നീ വിവാഹം കഴിച്ചു. മനസ്സിലായില്ലേ? അതേ രേഖ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിനക്ക് 2 കുട്ടികളുണ്ടാവും. രണ്ടും ആൺകുട്ടികളായിരിക്കും. ഡബിൾ ഡബിൾ ഡബിൾ. അയ്യോ, അത് കേറുവോ? അപ്പം അത് കേറിക്കൊണ്ടിരിക്കല്ലേ. നിർത്താൻ ഒരു വഴി. നിർത്താൻ കല്യാണം കഴിക്കാതിരിക്കുക. അയ്യോ, അച്ഛൻ എനിക്കൊരു നല്ലൊരു കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുക. അച്ഛനോ? யாரு உங்க அച്ഛன்? அந்த சண்டாளன் யாரு? டேய், வர சொல்லுங்க. கைப்பிடித்த பெண்ணை விடுவது நியாயமா? மாத்த வீட்டுக்கே கொல்லுங்க. നോക്കിയ സാരമില്ല മാലതി, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. കരയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യവുമില്ലാതെ നിന്നെ വേദനിപ്പിച്ചതിന് എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി. അതാണ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വരാത്തെ. നിങ്ങൾ കഴിക്കാതെ ഞാൻ എന്തെങ്കിലും കഴിക്കുമോ? ആ മണിയനോടെ ഞാൻ കയറി വന്നാ കാണും. അവനും അവന്റെ വാപ്പ ഇവിടെ വന്നത് കാണട്ടെ. എനിക്കാത്തന്നെ നീ ചമകേടാണ്. വലിയമ്മ വിളിക്കുന്നു. അമ്മജി, നിനക്കൊരു നെയ്യ് ജപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതാ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് വാങ്ങിച്ചോ. ഈ നെയ്യ് കഴിച്ചാൽ മാലതി നിശ്ചയമായിട്ടും പ്രസവിക്കും. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണുന്നു. തീർച്ചയായും 7:30 നാഴിക വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഈറനോടെ തട്ടെടുത്ത് വന്ന് കയറി അതിനകത്ത് നിന്ന് ഒരു കരണ്ടി നെയ്യ് എടുത്ത് കഴിക്കണം. വലിയ കരണ്ടി ആയാലും ചെറിയ കരണ്ടി ആയാലും ഒരു കരണ്ടിയെ കഴിക്കാവൂ. ചെറിയതാണെന്ന് കരുതി 2 കരണ്ടി കഴിച്ചു പോകരുത്. അതെന്താ സ്വാമി? അത് പറഞ്ഞുതരാം. ഈ നെയ്ക്കകത്ത് മന്ത്രശക്തിക്കാണ് പ്രാധാന്യം. 2 കരണ്ടി കഴിച്ചു പോയാൽ ഇരട്ട പ്രസവിക്കും. അത് ഒഴിവാക്കാനാ. മണ്ണാർശാല് ഉരുളി കമത്തണം. പിന്നെ നിങ്ങളെ തറവാട്ടിൽ വെച്ച് ഒരു പൂപ്പറയും നടത്തിയേക്കും. എന്നാൽ നിങ്ങൾ പോയിക്കൊള്ളൂ. ഇതുകൊണ്ട് കാര്യം സാധിക്കുമോ സ്വാമി? തീർച്ചയായും. സന്ദേഹപ്പെടണ്ട. മാലതിക്കുട്ടിയെ പ്രസവിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ നെയ്യ് ദിവ്യസിദ്ധിയുള്ളത്. ഒരിക്കൽ ഇതുപോലെ ഞാനൊരു വീട്ടിൽ നെയ്യ് ജപിച്ചു കൊടുത്തു. ഭാര്യയ്ക്ക് പകരം ഭർത്താവ് അതെടുത്ത് കഴിച്ചു. 2 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഇയാളുടെ വയറ്റിൽ ചില അനക്കങ്ങളും ഛർദിയൊക്കെ തുടങ്ങി. പുള്ളിക്കാരൻ എന്നെ അന്വേഷിച്ച് ഓടി വന്നു. പിന്നെ ഞാൻ പോയി അരയാലിന്റെ മൊട്ട് കൊണ്ടുവന്ന് വാടിയെ അരച്ച് മറുമന്ത്രം ജപിച്ച് കരിങ്കൊലിങ്ങിന്റെ നെയ്യിൽ ചാലിച്ച് കൊടുത്ത് മാനക്കേട് ഒഴിവാക്കി. ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ലാതായി തുടങ്ങി. അങ്ങനെ പറയരുത് മാലതി.
സ്വാമി പറഞ്ഞതുപോലെ മരുന്ന് കഴിക്കുക തന്നെ വേണം. എന്തൊക്കെ കഴിച്ചു? ദൈവം കൂടി വിചാരിക്കണ്ടേ? മണ്ണാറശാലയിലെ ഉരുളി കമഴ്ത്തുകയും വേണം. അതൊരു നല്ല വഴിപാടാണ്. ഇവർ കുടിക്കത്തിനും സന്തതികളും സർപ്പദോഷങ്ങൾ ഒഴിയണമേ വിരങ്ങൾ ഈരാറിലുള്ള മഹാവ്യാധി ഒഴിയണമേ ദീർഘായ വർദ്ധനയുണ്ടായി നായേക്ഷമതിനുണ്ടായി സർപ്പദോഷങ്ങൾ ഒഴിയണേ. മണിനാഗത്തിരുനാഗയക്ഷിയമ്മേ മണ്ണാർ ശാലയിലെ യക്ഷിയമ്മേ യക്ഷിയമ്മേ വാഴ്ക യക്ഷിയമ്മേ വാഴ്ക വാഴ്ക നാഗയക്ഷിയമ്മേ മണിനാഗത്തിരുനാഗയക്ഷിയമ്മേ മണ്ണാർ ശാലയിലെ യക്ഷിയമ്മേ യക്ഷിയമ്മേ വാഴ്ക യക്ഷിയമ്മേ വാഴ്ക വാഴ്ക നാഗയക്ഷിയമ്മേ മണിനാഗത്തിരുനാഗയക്ഷിയമ്മേ മഞ്ഞളാടി നീരും പാലുമാടി മഞ്ജു പീതാംബരം ഞൊറിഞ്ഞു ചുറ്റി മഞ്ഞളാടി നീരും പാലുമാടി മഞ്ജു പീതാംബരം ഞൊറിഞ്ഞു ചുറ്റി ഏഴുമലർപ്പൊടിക്കളത്തിലിരിക്കാൻ അമ്മ എഴുന്നള്ളണ നേരമായി മലർത്തിങ്കൾ പെണ്ണിന് മക്കളില്ലാഞ്ഞിട്ട് മാനത്ത് കമട്ടിയ പൊന്നുരുളി അമ്മ തൃക്കൺ പാർത്തനുഗ്രഹിക്കണ നാള് ഇന്ന് നക്ഷത്രം ജനിക്കണ നാള് മണിനാഗത്തിരുനാഗയക്ഷിയമ്മേ മാല ചാർത്തി കാതിലോല ചാർത്തി മല്ലിക മാണിക്യക്കല്ല് ചാർത്തി മാല ചാർത്തി കാതിലോല ചാർത്തി മല്ലിക മാണിക്യക്കല്ല് ചാർത്തി ഏഴുമൊഴിക്കുറവ കേട്ടുകുളിർക്കാൻ അമ്മ എഴുന്നള്ളണ നേരമായി മധുമാസരാവിന് മക്കളില്ലാഞ്ഞിട്ട് മുറ്റത്ത് കമട്ടിയ മണ്ണുരുളി അമ്മ തൃക്കൈ തൊട്ടനുഗ്രഹിക്കണ നാള് ഇന്ന് തൃത്താപ്പു പിറക്കണ നാള് മണിനാഗത്തിരുനാഗയക്ഷിയമ്മേ മണ്ണാർ ശാലയിലെ യക്ഷിയമ്മേ യക്ഷിയമ്മേ വാഴ്ക യക്ഷിയമ്മേ വാഴ്ക വാഴ്ക നാഗയക്ഷിയമ്മേ മണിനാഗത്തിരുനാഗയക്ഷിയമ്മേ
വിടൂ, എനിക്ക് മരുന്ന് കഴിക്കണം. മഴ പെയ്യുന്നു, ഇടിവെട്ടി പെയ്യുന്നു. നല്ല വെയിലും വെളിച്ചവും, ആകാശത്ത് മഴക്കാറ് പോലുമില്ല. കവികേ, കഞ്ചാവ് തലയ്ക്ക് പിടിക്കുന്ന തോന്നുന്നത്. കാഞ്ചീപുരത്തും രാമേശ്വരത്തും മഴ പെയ്യുന്നു. നാം നമ്മുടെ ജ്ഞാനദൃഷ്ടി കൊണ്ടത് കാണുകയാണ്. ശരിയാ, ചെറിയ മഴ പെയ്യുന്നത് പോലെ എനിക്കും തോന്നുന്നു. പ്രഭാകരനാകനാകുന്നു. മാലതിയാ വരുന്നത്. മാലതി തന്നെ പ്രഭാകരൻ, പ്രഭാകരൻ തന്നെ മാലതി. ഭാര്യ തന്നെ ഭർത്താവ്, ഭർത്താവ് തന്നെ ഭാര്യ. രണ്ടും ഒന്ന് തന്നെ. ഏകത്വത്തിൽ ദ്വയത്വം. സ്വാമിയുടെ ഒരു ജ്ഞാനം. മാലതിക്കുട്ടിയെ വിളിച്ചാൽ മാലതി, ഗോമാതാ ക്ഷുത്പിവാസ. നാൽക്കാലികളുടെ വിശപ്പും ദാഹവും ശമിപ്പിച്ചിട്ട് വരികയാണ്. എന്താ? മാലതി പശുവിന് കാടി കൊടുക്കുന്നത് സ്വാമി കണ്ടോണ്ടിരിക്കുകയല്ലായിരുന്നു. പണിക്കൻ അദ്ദേഹം മാലതിക്കുട്ടിയെ എഴുത്തിൽ പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാടി കൊടുത്തു എന്നുള്ളത് സ്വാമിയുടെ ദിവ്യദൃഷ്ടിയാണ്. ഓ, ഒരു പൂവിന്റെ പേര് പറഞ്ഞാൽ മാതളപ്പൂവ്. രമ, മംഗളദേവത, മഹാലക്ഷ്മി, ഐശ്വര്യമാണ്, പ്രസവിക്കും. അല്പം ചില തടസ്സങ്ങൾ ഉള്ളത് സൽക്കർമാദികൾ കൊണ്ടങ്ങ് തീർത്താട്ടെ. ആദ്യം പ്രസവിക്കുന്ന കുട്ടിയെ മലയെ ഒട്ടിച്ചോണം. പോയിക്കൊണ്ടാണ്. ഈ കുടുംബത്തിൽ എന്തോ ചില കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. മുജ്ജന്മഭാവം. അത് ശരിയാണ് സ്വാമി. നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിലും കുട്ടികൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. കുസൃതി കാണിക്കുന്ന ഞാനിവിടെ അടിച്ചാൽ ഉടനെ അവൾ പറയും ഞാൻ അമ്മാവന്റെ അടുത്തേക്ക് പോവാണെന്ന്. നിനക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. മോക്കോ? മോള് ഡാൻസ് ചെയ്യും? മിടുക്കി മിടുക്കി. ഇവന് അപ്പുറത്ത് തന്നെ പിടിച്ചോണ്ട് വരിക. ഞാൻ വടിയെടുക്കാൻ ഭാവിച്ചപ്പം ഈ കൊച്ചു വെള്ളം പറയുക, അപ്പൂപ്പൻ വടി വേണ്ട, അപ്പൂപ്പൻ ഞാൻ പിടിച്ചോണ്ട് വരാമെന്ന്. പിടിച്ചു നടത്താൻ അവനൊരു അപ്പൂപ്പനില്ലല്ലോ. എനിക്കൊരു കൊച്ചുമോനുമില്ല. കുട്ടികളില്ലാത്ത വീട് മരിച്ച വീടാണ് ഭാനുമതിയമ്മേ. നിരാശപ്പെടേണ്ട കാലമൊന്നും ആയിട്ടില്ല. ആ, നിന്നെ വിളിക്കാൻ ഞാൻ വൈകിട്ട് വീട്ടിൽ വരാനിരിക്കായിരുന്നു. പാടത്ത് കൂലിക്കാരുണ്ടായിരുന്നോണ്ട് വരാൻ പറ്റിയില്ല. ഇപ്പൊ ഒന്നേ ഉള്ളൂ. ഇല്ല, കുറച്ചു നേരമായി. വരും മോളെ, നമുക്ക് പോകാം. ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട മാലതി, വീട്ടിൽ ആരുമില്ല. വാ മോളെ. ഞാനിപ്പോൾ വരുന്നില്ല. നീ പോണ്ട മോളെ, ഇവിടെ താമസിച്ചോ. എന്നാ പിന്നെ ഈ അമ്മാവൻ അമ്മാവക്കും കൂടെ കൊടുത്തേക്കട്ടെ. അവളെ എനിക്ക് വന്നാലേ ഞാൻ എന്റെ മോളെ പോലെ വളർത്തും. എന്റെ മുഴുവൻ സ്വത്തിനും അവകാശമാക്കും. അത് ശരി, നമുക്ക് പോകാം. വാ വാ മോനെ, മതി കളിച്ചത്. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. ഓ, ഒരു സൽക്കാരം. ഞാൻ ഒരു ദിവസം ഇവിടെ ഇല്ലാതായപ്പോഴത്തേക്ക് വിരുന്നുകാരിയായി പോയോ? പോയോ? പൂപ്പടയൊക്കെ പങ്കായിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു. നാളെ ഭാനുമതി ഇളയ കുട്ടിയുടെ പിറന്നാളാണ്. നമുക്ക് രണ്ടുപേരും കൂടെ പോയി എന്തെങ്കിലും കൊടുക്കണം. കൊടുത്തോളൂ, ഞാൻ വരുന്നില്ല. എന്താ? ഞാൻ വരുന്നില്ല. ഞാൻ വിളിച്ചാൽ നീ വരില്ലേ?
വരാം. വരാതിരിക്കാൻ ഒക്കുമോ? പക്ഷേ എന്താ പക്ഷേ? കുട്ടികളുടെ പിറന്നാളിന് ഞാൻ വരാമോ എന്നാണ്. മനസ്സിലായില്ല. അത്രയ്ക്ക് പ്രയാസമാണ് മനസ്സിലാക്കാൻ. ഞാൻ വിളിച്ചാൽ നീ ഭാനുമതിയുടെ വീട്ടിലേക്ക് വരുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. വരും. പിന്നെ നേരത്തെ പറഞ്ഞപ്പോ എന്താ വരില്ലെന്ന് പറഞ്ഞേ? ഞാൻ പ്രസവിക്കാത്തവളല്ലേ. ആ ഭാഗ്യം നിനക്ക് എങ്ങനെ ഉണ്ടാകും? എന്തിനും വാശി, ആരോടും പക. മണിയാ എന്തോ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വയലിൽ പോയെന്ന് പറഞ്ഞാലേ. ഓ, നിർത്തടാ, അടിച്ചത് മതി. മണിയിൽ എന്താ വേണ്ടത്? അതൊക്കെ പബ്ലിക്ക് ചോദിച്ചോ? ചോദിച്ചപ്പോൾ ഞാൻ പറയും. പിന്നെ എന്തിനാ എനിക്ക് വിട്ട് ഇങ്ങനെ തപ്പി നടക്കുന്നത്? എന്റെ കിടത്തങ്ങനെ കാണുമ്പോഴേ എന്റെ പൊന്നെ എന്റെ അടിവയറ്റിൽ ഇങ്ങനെ തിളച്ചുള്ളൊരു കയറും. അയ്യോ, അതെന്തൊരു സൂക്കാട്. വൈദ്യുതി കാണിച്ചു. പക്ഷേ വൈദ്യുതി പറഞ്ഞത് പ്രേമമാണെന്ന്. ഭയങ്കര ഉറക്കമാണെന്ന് തോന്നുന്നു. ഇപ്പോഴൊന്നും ഉണരുന്ന ലക്ഷണമില്ല. ഇത് നടക്കുന്നത് പണിക്കരുത് ഇല്ലേ അവിടെ? ഇല്ല ഇല്ല ഇല്ല. സാഞ്ചി സാഞ്ചി ഞാൻ സാഞ്ചിയെ കാത്തിരിക്കുന്നു. ഞാനൊരു അപകടത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. മഴയിൽ ഒന്ന് രക്ഷിക്കാൻ സാഞ്ചി. അത് സ്വാമിജി മുഖലക്ഷണം കൊണ്ട് മനസ്സിലായി അപകടത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാലും വിരോധമില്ല, പറഞ്ഞോണം. പറയാം. ഒരു സ്ത്രീകർത്താണത്. ഓ, സ്ത്രീകർട്ട് അല്ല, പ്രൈവറ്റ് രഹസ്യമാണ് സ്ത്രീകർട്ട്. ഓഹോ, എന്നാ പറയാം. പറയട്ടെ. ഗർഭമുണ്ട്. എത്ര മാസമായി? 3 മാസം. 3 മാസമായെങ്കിൽ അരയാലിന്റെ മുട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, വേണം കാണാം. അത് വടി അരയ്ക്കുക. അതും വടിയും കൂടി അരയ്ക്കുക. എന്നിട്ട് കരിങ്കുരങ്ങിന്റെ നെയ്യിൽ ദിവസം 3 പ്രാവശ്യം വീതം ഒരാഴ്ച സേവിച്ചാൽ പുരുഷന്മാരുടെ ഗർഭം പോവും. അയ്യോ, ഇത് എനിക്കല്ല സ്വാമി. ഞാൻ സ്നേഹിക്കുന്നത് പെണ്ണിനാണ്, സ്ത്രീക്കാണ്. സ്ത്രീകളുടെ ഗർഭമാണെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ടാണ്. ചതിച്ച ഖനചന്ദന ശുണ്ഠ്യംബൂവർപ്പടോ ക്ഷീരസാധിതം. ഖനം, ചന്ദനം, ശുണ്ഠ്യംബു, പർപ്പടം, ക്ഷീരസാധിതം. ഇത് 5ഉം കൂടെ ചുമക്ക വറുത്ത് വടിയെ അരച്ച് പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നെങ്കിൽ ഒഴിഞ്ഞെന്ന് സാരം. അല്ലെങ്കിൽ പിന്നീട് വന്ന് സ്വാമിജിയെ കാണും. കണ്ടോളാം. ധനം, ശുണ്ഠി, ചെയ്താലി, കുഞ്ഞമ്പു, സാഗരം ഇത് അരച്ച് വറുത്ത് പൊടിച്ച് സ്വാമി ഇത് തലത്തേക്കോ സ്വാമി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാൻ എന്താ? ഭാനുമതി അമ്മയുടെ വീട്ടിൽ പോയി. അവരുടെ കുട്ടികൾ നിർബന്ധിച്ചു. അവിടെ നിന്ന് കഴിച്ചു. ഭർത്താവ് മരിച്ച ഭാര്യയാണ് ഭാനുമതി. പാവം, അവർക്ക് വലിയ ദുഃഖമുണ്ട്. ചാന്തയുടെ എഴുത്തുണ്ടായിരുന്നു. അവള് ടൈപ്പ് റൈറ്റിംഗിന് ചേർന്നു. അവൾക്കുള്ള ഫീസ് കൊടുത്തേക്ക്. ഇവിടുന്ന് 1 മൈലേ ഉള്ളൂ. അവൾ ബസ്സിലാണ് വരുന്നതും പോകുന്നതും. അതിനുള്ള ചിലവ് കൊടുത്തേക്കാം. ശാന്തി ഇവിടെ താമസിച്ചു പോയി പഠിക്കട്ടെ. അത് വേണ്ട. അതെന്താ? എന്റെ അനിയത്ത് കൂടെ താമസിക്കുന്ന ഇഷ്ടമല്ലേ? നിനക്ക് നിർബന്ധമാണോ? അതെ. ആ,
ഞാൻ ആലോചിച്ച് പറയാം. തങ്കജാക്ഷി ഇനി ആയില്ലേ? ഇതാ വരുന്നേ ചേച്ചി. ഇത് പോരെ? മതി, ഞാൻ വേഗം വരാം. ഞാൻ പറഞ്ഞ ചേച്ചി, നീ ആ വട്ടിയിലിരിക്കുന്ന നെല്ലുണക്ക്. ആ കുറച്ച് പഴുത്ത മാങ്ങയാണ് അമ്മയ്ക്ക് കൊടുത്തയക്കാൻ. ശാന്ത ഇതിനടുത്ത് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വരും. അവിടെ കയ്യില്. അവൻ ചന്തയ്ക്ക് പോയിട്ട് ഇതുവരെ വന്നില്ല. ഞാനിത് ശാന്തയുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് വരാം. അവളെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. കുട്ടി ദിവസം ബസ്സിലാണ് വരുന്നത്? അതെ. ഇവിടെ അടുത്ത് ചേച്ചി താമസിക്കുന്നുണ്ടല്ലോ, അവിടെ താമസിച്ചുകൂടെ? വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ഓ ശരി. ആ സമയമായി, ശാന്ത പോയിക്കൊള്ളൂ. എന്റെ ക്ലാസ് കഴിഞ്ഞു. ആ കഴിഞ്ഞു. ചേട്ടൻ എവിടേക്കാ? ഞാനിവിടെ അടുത്തൊരാളിനെ കാണാൻ പോവാ. ഏതായാലും നിന്നെ കണ്ടത് നന്നായി. കണ്ടിട്ടൊരു ആവശ്യമുണ്ടായിരുന്നു. എന്താണ് ചേട്ടാ? ആ അന്ന് ഞാനും മാലതിയും കൂടെ വീട്ടിൽ വന്നപ്പോഴും നീ എന്തിനാ അടുക്കളയിൽ നിന്ന് കരുതി? ഏയ് ഒന്നുമില്ല. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഒന്നുമില്ല. പിന്നെ എന്താ ഞാൻ മടങ്ങി പോയിരുന്നിട്ട് നീ എന്റെ മുമ്പ് വരാത്ത? ഒന്നുമില്ല ചേട്ടാ. നീ മഹാ കള്ളിയാണ്. വിശക്കുന്ന വീട്ടിലേക്ക് നോക്കിയോ? ഏയ് അത് മാലതിയില്ലേ? ചേച്ചി മാലതി, 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 ഇവക്കണ്ട ഭ്രാന്താണ്. മാലതി എവിടെ? ഉച്ചയ്ക്ക് ഇവിടുന്ന് മാങ്ങയും കൊണ്ട് അനിയത്തിയുടെ അടുത്ത് പോയതാ. പിന്നെ വന്നില്ല. എന്റെ അമ്മോ, എനിക്ക് എപ്പോഴും പിള്ളേരുടെ തന്ത അങ്ങ് പേടിയാ. ഒരു ദിവസം എന്നോട് തിരിച്ചു വർത്താനം പറഞ്ഞ ആ മാസത്തിൽ കുളി എത്തിയത് തന്നെ. ആ പ്രാവശ്യം നയിക്കാൻ പറഞ്ഞ ആ കാലമാടൻ അതോട്ട് ചെയ്യത്തുമില്ല. കുഞ്ഞുങ്ങളുള്ളത് സന്തോഷമല്ലേ മീനാക്ഷി? അതുങ്ങൾക്ക് തിന്നാൻ കൊടുക്കാൻ വല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനി 10 കൂടെ തരാം. വേണ്ടവർക്ക് ദൈവം കൊടുക്കത്തില്ല. അല്ലല്ല, അയ്യോ എന്റെ ഗോപാലിനെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അരി വാങ്ങിക്കാനുള്ള കാശ് കിട്ടിയനെയായിരുന്നു. ഞാൻ അവർ 5 രൂപ കൊടുത്തു. എന്താവും ഞാൻ ഈ നേരം വൈകിയ നേരത്ത്? കേറി എനിക്ക്. ഇല്ല, ഞാനിവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നതാ. ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. നാളേക്ക് അസുഖമൊന്നും ഇല്ലല്ലോ? ഇല്ല, അസുഖമൊന്നുമില്ല. ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നു. അപ്പൊ ഒന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചതാ. അയ്യോ എന്റെ മോൻ ഗോപാലിന് എപ്പോഴും സാറിന്റെ കാര്യം പറയും. എനിക്ക് തീരെ സമയമില്ല. നീ ഒരു കാപ്പി പോലും കുടിക്കാതെ പോയാല്? ഇല്ല, ഞാൻ പോട്ടെ.
വിഷമിക്കാനൊന്നുമില്ലമ്മേ. നീ ഇതുവരെ എങ്ങനെ അറിഞ്ഞു? ആ മണിയും വന്ന് പറഞ്ഞു. നിനക്കിന്ന് ക്ലാസ്സില്ലേ? ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ടെന്ന്. പ്രഭാരം നമ്മുടെ വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഉടനെ മണിയും വന്ന് വിവരം പറഞ്ഞു. അങ്ങനെയോ ഞാൻ അറിഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കണ്ണി കൊള്ളാനുള്ളത് പിരിയത്ത് കൊണ്ട് തോന്നി. ഈ മരുന്ന് 3 നേരം കൊടുക്കും. യെസ് സർ. സാരമില്ല, ശരീരം അനങ്ങാതെ കിടക്കണം. മോളെ, ആ തലയാണ് ഒന്ന് ശരിക്കും വെച്ചു കൊടുക്കും. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ശാന്ത ഉണ്ടല്ലോ ഇവിടെ? എനിക്ക് മുണ്ടൊന്ന് മാറണം. വേഗം വരാം. അമ്മയും ശാന്ത ഉണ്ടല്ലോ ഇവിടെ? ഞാനും വരാം മോളെ. എനിക്ക് ഈ സിമെന്റ് കയറി നിൽക്കാൻ വയ്യ. മാധവല്ലയോ? ആ, ശാന്ത മതിയല്ലോ ഇവിടെ. എനിക്കിന്ന് ക്ലാസ്സിൽ പോണം. പിന്നെ ഇതിന് മെല്ലാനോട് ഇതിന്റെ കുന്തപ്പെടുത്തം. ഇവിടെ നിന്ന് ചേട്ടന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. വാ മോളെ. മോളെന്താ ശാന്തയോട് അങ്ങനൊക്കെ പറഞ്ഞത്? ഓ, അത് ചുമ്മാ പറഞ്ഞതന്നെ ഉള്ളൂ. അമ്മ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയിക്കുള്ളൂ. ഞാൻ വരുന്നില്ല. നിനക്ക് മുണ്ടൊക്കെ മാറണമെന്ന് പറഞ്ഞിട്ട് അത് പിന്നെയാകാം. ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാ. ശാന്തയുണ്ടല്ലോ. എനിക്ക് പകരം ശാന്ത പോരല്ലോ. ഞാൻ തന്നെ വേണം. അമ്മ പോയിക്കുള്ളൂ. കുറച്ച് പാല് കുടിക്കാൻ ഞാൻ കൊടുത്തോളാം. ശരി, കൊടുത്തോളൂ. പാല് വേണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ തന്നിട്ടാണോ? ഞാൻ തന്ന ചേട്ടൻ കുടിക്കയില്ലേ? എന്താ പാല് കുടിക്കുന്നില്ലേ? ശാന്തേ, ശാന്തേ, ശാന്ത പോയെന്നാ തോന്നുന്നത്. അവള് പാലെടുത്ത് വന്നപ്പോൾ കുടിക്കാത്ത കെറുവായിരിക്കും. കേൾക്കുന്നില്ലേ? എന്റെ ചെവി പൊട്ടിപ്പോയിട്ടില്ല. അവള് സ്നേഹമുള്ള പെണ്ണാണ്. അടുത്തുനിന്ന് പരിചരിക്കാനുള്ള കൊതിയോടി ഓടി വന്നതാണ്. കുറച്ച് പാലോട് തരട്ടെ? വേണ്ട. ശരീരത്തിന്റെ വേദന എങ്ങനെയുണ്ട്? അല്ല, ശാന്ത കുഞ്ഞിഞ്ഞ് പോന്നോ? വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. മീനാക്ഷി കൂടെ വീട്ടിൽ വന്ന് കിടന്നുകൂടെ? അല്ലയോ? അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് കുഞ്ഞ്? കുറവുണ്ട്. ആ, താക്കോൽ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം മീനാക്ഷി. അയ്യോ, പിള്ളേരുടെ തന്ത വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ വഴക്ക് പറയല്ലോ കുഞ്ഞ്. എനിക്ക് കൂട്ടുകിടക്കാൻ വന്നെന്നറിഞ്ഞാൽ ഒന്നും പറയില്ല. അതൊന്നും ആ പോത്തിനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അങ്ങേര് കള്ളും കുടിച്ചോണ്ട് ഇവിടെ വരുമ്പോ എന്നെ ഇവിടെ കാണണം. എന്നാലും കുഞ്ഞിനെ തനിച്ച് വീട്ടിൽ താമസിപ്പിക്കാൻ ഒക്കുവോ? അമ്മേ, വീടിന്റെ താക്കോൽ എടുത്തോണ്ട് ഇപ്പുറത്തോട്ടൊന്ന് വന്നേമ്മേ. എന്നാ പിന്നെ സന്ധ്യയ്ക്ക് മുമ്പേ ഇനി പോരാൻ വയ്യായിരുന്നോ? എന്നാ ശാന്തകുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഞാനും കൂടെ അങ്ങോട്ട് പോവാ. ഇതിന് ആര് വന്ന് ചാടില്ലേ? ഓ, എന്നാ അങ്ങോട്ട് ചാടട്ടെ.
അമ്മയൊക്കെ അപ്പയൊന്ന് വേവിച്ച് കഞ്ഞിയും വെച്ച് വെച്ചാല് പാവുഞ്ഞ്. അമ്മ ഞാനും വരുന്നു. വേണ്ട വേണ്ട, അച്ഛനിപ്പോ വരും. പിന്നെ പോരും. ചേട്ടന്റെ കാര്യം ഓർത്തിട്ടാണോ കുഞ്ഞിനെ വിഷമം? കുഞ്ഞിന്റെ മുഖം കണ്ടാ അറിയാമല്ലോ. അദ്ദേഹത്തിന് ആപത്തൊന്നും വരത്തില്ല കുഞ്ഞ്. അത്ര നല്ല മനുഷ്യനാ. ഇന്നാളെ എന്നെ പോവാൻ 5 രൂപ കൊടുത്തു. നല്ല മനുഷ്യനാ. ഈ വീട്ടിൽ പോന്നു വരാത്ത സഹായമൊക്കെ ചെയ്യുന്നതും കുഞ്ഞിനെ പഠിപ്പിക്കുന്നതും അദ്ദേഹം അല്ലയോ? വേറെ വല്ല ഏട്ടന്മാരും അങ്ങനെ ചെയ്യുവോ? ചെയ്താൽ തന്നെ വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചോണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാ കുഞ്ഞേ. എന്റെ അനിയത്തിയെ അമ്മയുടെ അനിയത്തിയോട് കൂടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? എന്തോ ആരെ പേടിച്ചാ? അവളും കൂടെ അങ്ങോട്ട് പേടാൻ തുടങ്ങി. ഞാനെന്തോ ചെയ്യും കുഞ്ഞേ? അല്ല, മാലതീമ എന്താ ഇങ്ങോട്ട് പോന്നേ? അതേ പ്രസംഗം കുറെ കൂടിപ്പോയി നിനക്ക് അല്ലേടി? എന്താ മാലതീമ? വാടി, തുണി വലുതുണ്ട് എടുത്തു. തേങ്ങ എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. വാടി, എണീക്കിടി. എന്റെ അനിയത്തി എവിടെ? അവളെ വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് വിട്ടു. പേടിക്കണ്ട. പേടിച്ചിട്ടല്ല, മാനക്കേടുണ്ടാവാൻ. വിശേഷിച്ച് അസുഖമൊന്നുമില്ലല്ലോ? എനിക്കൊന്ന് കുറഞ്ഞു. ഒരു ഇഞ്ചക്ഷൻ തരും. അത് നല്ലതല്ല. ഒരു ഇഞ്ചക്ഷൻ തരൂ സിസ്റ്റർ. ശരി. എന്ത് ചെയ്യാൻ പോകുന്നു? എന്തു വേണം? വീട്ടിലേക്ക് വിട്ടു. ഞാനിവിടെ നിന്നുകൂടെ? അതിന്റെ ആവശ്യമില്ല. ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ പോയേക്കാം. ഇതൊരു ദുരിതമായല്ലോ. ഒരക്ഷരം മിണ്ടം വയ്യെന്ന്. ദുരിതം തന്നെയാണ്. സുഖമില്ലാതെ കിടക്കുമ്പോൾ ഭാര്യ അടുത്ത് നിൽക്കരുതെന്ന് പറയുന്നത് കഷ്ടമാണ്. മോളെ കൊണ്ടുവരും. കുട്ടികളില്ലാതെ ജീവിക്കുന്നത് പ്രഭാകരൻ ഇന്നലെ രാത്രി നല്ലപോലെ ഉറങ്ങിയ മോളെ. ഒരുവിധം. ശാന്തന്റെ അമ്മേ, അവള് നിനക്കും പ്രഭാകരനുള്ള കഞ്ഞിയും കൊണ്ട് ആശുപത്രിയിൽ പോയി. എന്തിന്? കഞ്ഞിയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ഇന്നെന്തിനാ നേരത്തെ കൊടുത്തയച്ചത്? നീ വന്നോ? എന്താ വന്നൂടെ? മാലതി എപ്പോഴും അടുത്തിരുന്ന് ശുശ്രൂഷിക്കേണ്ടവളല്ലേ, ഭാര്യയല്ലേ? എന്നാ പരക്കെയുള്ള വിശ്വാസം. കുട്ടികളെ കൊണ്ടുവരാത്തതിന് പ്രഭാകരൻ എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു. കുട്ടികളുടെ പ്രഭാകരന് വലിയ ഇഷ്ടമാണ്. കുട്ടികളുടെ അമ്മമാരോട് ഇഷ്ടമാണോ? അന്തസ്സായിട്ട് സംസാരിക്കണം. ഞാനാണോ അന്തസ്സിട്ടോള്? അതോ ഞാനൊന്നും പറയുന്നില്ല. നീ ഇറങ്ങി പുറത്തു പോകും. നീ ഇറങ്ങി പോയില്ലെങ്കിൽ ഞാനിവിടെ എണീറ്റ് പോകും. ഇങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്. ഇനിവിടെ വരികയും വേണ്ട. എന്താ ചേച്ചി? ഞാൻ പോവുകയാണ്. ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ അവളെ പറഞ്ഞുവിടാം. കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. സുഖമില്ലാതെ കിടക്കുമ്പോൾ അധികം സംസാരിക്കുന്നത് നല്ലതല്ല. കുറെ നേരം ആയല്ലോ വന്നിട്ട്, സംസാരിച്ചത് മതി. ഞാൻ ചേട്ടന്റെ ഭാര്യയുടെ അനുജത്തി. ഞാൻ എന്റെ ഭർത്താവിന്റെ സ്നേഹിതനെ കാണാൻ വന്നതാ. പക്ഷേ പെരുമാറുന്നതിന് ചില മര്യാദകളുണ്ട്. നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് നിങ്ങൾ ഇരിക്കുന്നത് പോലെ മറ്റൊരു സ്ത്രീ വന്നിരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ശാന്തേ, നീ അതിരി കിടക്കുന്നു. പുറത്തു പോ. പോകാൻ.
നമുക്ക് പോകാം ചേച്ചി. ഇവിടെ ആരുമില്ലാതെ നമുക്ക് മണിയനെ പറഞ്ഞേക്കാം. ചേച്ചി വരും. ചേച്ചി, എന്റെ ജീവിതം നശിക്കുകയാണ് ശാന്ത. ചേച്ചി ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ആവുന്നിടത്തുള്ള വിഷമം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ അനുജത്തിക്ക് എന്നെ ഇഷ്ടമില്ലേ? ഇഷ്ടമില്ല. എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന്. പിന്നെന്തിനാ ചോദിച്ചത്? എനിക്ക് വേണ്ടി, നമ്മുടെ വീടിനും ഈ വീടിനും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്താ കാര്യം? നിനക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നീ കൂടി ഈ ചേട്ടന്റെ ആയിരിക്കണം. എന്ന് വെച്ചാൽ നീ ചേട്ടന്റെ ഭാര്യയായിരിക്കണം. ചേച്ചി, നീ എതിരൊന്നും പറയണ്ട. നിന്റെ ചേട്ടനും അതിഷ്ടമായിരിക്കും. എന്റെ പൊന്നു ചേച്ചി, സത്യമായിട്ടും എന്റെ മൂത്ത ചേട്ടനെന്ന നിലയിലല്ലാതെ പ്രഭചേട്ടനെ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ചേച്ചി എന്തോ തെറ്റിദ്ധരിച്ചു. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല ഉണ്ണി. ചേച്ചി തെറ്റിദ്ധരിച്ചു. കുറച്ചുനാളായി എന്നെ തെറ്റിദ്ധരിച്ചു തുടങ്ങിയിട്ട്. ഞാനെല്ലാം ആലോചിച്ചു. ഞാൻ പ്രസവിക്കാത്തവളാണ്. കുട്ടികളില്ലാതെ അദ്ദേഹത്തിന് മനസമാധാനം ഉണ്ടാവില്ല. നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ ചേട്ടൻ നമ്മളെ വിട്ടു പോകും. നമ്മുടെ രണ്ടുപേരുടെ ശരീരത്തിൽ ഒഴുകുന്ന ഒരേ രക്തമാണ്. നിനക്ക് ജനിക്കുന്ന കുഞ്ഞ് എന്റെ കുഞ്ഞാണ്. നീ പ്രസവിക്കുമ്പോൾ ഞാനൊരമ്മയാകും. കഴിക്കരുതോ? എനിക്കൊന്നും വേണ്ട. നീ കാര്യം പറ. കാര്യമൊന്നുമില്ല. എനിക്ക് വിശപ്പില്ല. വിശപ്പില്ല. ഇത് കഴിഞ്ഞ എവിടെ വെച്ച് അല്ല കഴിഞ്ഞ എവിടെ ഉണ്ടല്ലേ? നിനക്ക് നല്ല കൂടുതലുള്ള കാലാണെന്ന് കേട്ടല്ലോ. പിന്നെ എനിക്ക് കുറി കിട്ടിയില്ലേ? ഒരു ചെറിയൊരു കാറ്, നല്ലൊരു കാറ് വാങ്ങണമെന്നുണ്ട്, ഒരു ബംഗ്ലാവ് എടുക്കണമെന്നുണ്ട്. മനസ്സിലായി? 2 കാറ് ഞാൻ വാങ്ങിച്ചു. മനസ്സിലായില്ലേ? അല്ല ആശാനെ ചോദിക്കട്ടെ, ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് എനിക്ക്. അത് എന്ത് ബിസിനസ് തുടങ്ങുന്ന ലാഭമായിട്ട് ഉണ്ടാകുന്ന ബിസിനസ് ഏതാ? തടി ബിസിനസ് ആയാലോ? അല്ലെങ്കിൽ തോൽ ബിസിനസ് ആയാലോ? നോക്കട്ടെ. നീ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ആ മുറുക്കാൻ കടയിലെ കാശ് അങ്ങോട്ട് കൊടുത്തേ. മുറുക്കാൻ കടയില് കാശ് 1 രൂപയല്ലേ? സില്ലി മാറ്റർ. ബില്ല് അയക്കാൻ പറയണം. എന്തെന്ന് 1 രൂപ? എടാ നീ പൊങ്ങച്ചം കാണിച്ചു നടന്ന് നമ്മളെ പെങ്ങളോട് പ്രേമം കാണിക്കുന്നത് കേട്ടല്ലോ. അല്ല ആശാന് തറഞ്ഞോ? ആശാന് ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് സെറ്റിൽ ചെയ്യണം. എടാ ആദ്യമാണ് ഞാനും വന്നിരിക്കണത്. അതെയോ? ആഹാ. അടിച്ചിട്ട് നിന്റെ പല്ല് കൊഴിച്ചാളി. എന്തിനാ ആശാനെ പല്ലൊക്കെ കൊഴിക്കുന്നത്? ഈ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ ലൈൻ ആശാന് മനസ്സിലായില്ല. അതായത് ഭംഗിയായിട്ട് ഞങ്ങളുടെ ബന്ധം ഒന്ന് പിരിച്ചുവിടണം. അതല്ലേ ഈ സെറ്റിൽ ചെയ്യുക. അതിനാണ് ഞാനും വന്നിരിക്കുന്നത്. നാണമില്ലാത്തവനെ. എടാ ഇനി അവിടെ കാര്യം നീ നോക്കിക്കോ, അല്ലെങ്കിൽ ശങ്കരൻ ആള് മാറും കേട്ടാ. എടീ പങ്കജാക്ഷി അമ്മേ, കാലത്ത് നിന്റെ ചേട്ടൻ വന്നിട്ട് എന്നോട് കുറെ ബഹളൊക്കെ കൂട്ടിയല്ലോ. എടി അവൻ വിചാരിക്കല്ലടി അതവന്റെ മനസ്സിൽ വെച്ചോട്ടെ, എന്നെ ഇടിക്കുക എന്നെ പൊടിക്കാന്നൊക്കെ. അവന്റെ മാതിരി 10 ചേട്ടന്മാര് വന്നാൽ ഈ മണിയന്റെ ഒരൊറ്റ ശരീരം തൊടാൻ കഴിയില്ല. മനസ്സിൽ വെച്ചോട്ടെ. പിന്നെ ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ. അതെ അതെ, ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞവരാണല്ലോ. അതെ, ചേട്ടൻ മാത്രമല്ല, ഇതറിഞ്ഞ എന്റെ കുടുംബക്കാർ മുഴുവൻ ഇനി വരും. മണിയനെ വെറുതെ വിടുമെന്ന് വിചാരിക്കാം. അയ്യോ, എനിക്ക് 5 കല്യാണം വന്നതാ. 5 കഴിച്ചുകൂടായിരുന്നു. പാഞ്ചാലി അല്ലേ? നല്ല സുന്ദര കുട്ടന്മാര് തന്നെ. അതെ, ഞാൻ വലിയ മോശമാണോ? ഒറ്റ ഓടിച്ചിരുന്നു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ മണിയനെ വിശ്വസിച്ചു. അതിന്റെ ഫലമല്ലേ? മണിയനെ പറ്റിച്ചല്ലേ? ഒരൊറ്റ ചോദ്യം, കല്യാണം കഴിക്കാതെ നിനക്ക് എങ്ങനെ ഗർഭമുണ്ടായി? അയ്യോ, എന്റെ ചെട്ടിക്കുളങ്ങര ഭഗവതി, അവന് കുരിപ്പ് പിടിച്ചു പോണേ, കുരിപ്പ് പിടിച്ചു പോണേ. എന്റെ പൊന്നു ഭഗവാനെ, അവൻ കുരിപ്പ് പിടിച്ചിട്ടാണ്. ഇപ്പം
മനസ്സിലായി. കുറുപ്പാണ് ഇതിന്റെ ആളല്ലേ? ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. കളിയൊക്കെ മാറ്റിയേക്കാം. നാളെ എന്റെ ശവമായിരിക്കും ഇവിടെ കാണുന്നത്. അയ്യോ. നിന്റെ മോളെ തൂങ്ങിയേക്കും ഞാൻ. മകനാച്ചി പണിയാനാണെന്ന് എഴുതി വെച്ചേ. മകനാച്ചി എടി നല്ല കാര്യം പിടിച്ചടി. തൂങ്ങി മരിക്കില്ല. സൗകര്യം പോലെ മരിച്ചോളൂ. എങ്ങനെ മരിച്ചാലും നീ തൂങ്ങി മരിക്കില്ലേ? ഞാൻ കല്യാണം കഴിച്ചോളാം. എന്നെ നല്ല എന്റെ വീട്ടിലുള്ള സകല ആളും ഞാൻ കല്യാണം കഴിച്ചോളാം. എന്റെ അമ്മനെയും എന്റെ പെങ്ങളിയും എന്റെ കുടുംബ സമയത്തില്ല കല്യാണം കഴിച്ചോളാം. സത്യമാണോ? സത്യം. ചെട്ടികുളങ്ങര ഭഗവതിയെ കൊണ്ട് സത്യം ചെയ്യും. അതിപ്പോ വേണം. വേണം. സൗകര്യം പോലെ നാളെ മറ്റന്നാളെ പോരെ. വേണ്ട, ഇന്നപ്പോ തൂങ്ങി മരിക്കും. പിന്നെ തൂങ്ങി മരിക്കാന്ന് പറയല്ലേ. ചെട്ടികുളങ്ങര ഭഗവതിയാണ് സത്യം. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോ. എന്നാല് എന്തേ ഒരു രഹസ്യം. എനിക്ക് ഗർഭം ഇല്ല. കീറുപല്ലി ശരി, നിനക്കൊന്നുമില്ലെങ്കിലും ശരി, എനിക്ക് നല്ലൊരു പ്രേമമാണ്. അതായത് ലവ് ലവ് ലവ്. ഇല്ല, ഞങ്ങൾ പോയിക്കോളാം. ഈ വണ്ടി ദിവസം വീട്ടിലിറങ്ങാമല്ലോ. ശരി അമ്മ, പിന്നെ വരാം മോളെ. ആ കാറിലിരിക്കുന്ന ഫ്ലാസ്കോ ഒക്കെ എടുത്ത് അകത്തേക്ക്. ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടാണോ വന്നത്? അല്ല, ഒളിച്ചോടി വന്നതാ. ശാന്തേ, വരൂ. കഥ തുറക്കൂ, തുറക്കൂ. മാലതിയാണ് വിളിക്കുന്നത്. എന്ത് വേണം? ഒന്നും വേണ്ട, വാതിൽ തുറക്കണം. ഇപ്പൊ തുറക്കുന്നില്ല. ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കണം. അല്പം വിഷം. ഞാൻ അത്രയ്ക്ക് മടുത്തു. ശാന്തേ, നീ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ. അധികം താമസിയാതെ നിന്റെ ചേട്ടൻ ഭാനുമതിയുടെ താമസമാകും. അമ്മയും നീ ഇന്ന് തന്നെ വീട്ടിലേക്ക് പറ്റുള്ളൂ. എന്റെ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നാൽ അതും കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ചേച്ചി, എന്നെ വിവാഹം കഴിപ്പിച്ചുകൊള്ളൂ. ഞാൻ സമ്മതിച്ചു. ശാന്തേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ശാന്തയെ കൂടെ വിവാഹം കഴിച്ചുള്ളൂ. നീ ഭ്രാന്ത് പറയുന്നു. ഇപ്പൊ പറയുന്ന ഭ്രാന്തല്ല, ബുദ്ധിക്ക് തെളിച്ചുള്ളത് കൊണ്ട് പറയുന്നതാണ്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്റെ ധാരണ ശരിയാണ്. ഒരു അനുജത്യ നിലയിൽ എനിക്ക് ശാന്തിയോട് സ്നേഹമുണ്ട്. അതിലപ്പുറം ഞാൻ ചിന്തിച്ചിട്ടുകൂടിയില്ല. ഞാനെല്ലാം ചിന്തിച്ചു. ഈ തറവാട്ടിലൊരു കുഞ്ഞു വേണം. ഞാനതിന് തടസ്സമാവില്ല. ഇല്ല, എങ്ങനെ വന്നാലും മറ്റൊരു വിവാഹം ഞാൻ ചെയ്യില്ല. കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അമ്മയ്ക്കുള്ള വേദന എനിക്കറിയാം. എന്റെ അനുജത്തിക്കൊരു കുഞ്ഞുണ്ടായാൽ
അതെന്റെയും കുഞ്ഞാവും. അതുകൊണ്ട് ഒരു തടസ്സവും പറയണ്ട. ശാന്തയ്ക്ക് അതിഷ്ടമാണ്. ഞാൻ അവളോട് ചോദിച്ചു, അവൾ സമ്മതിച്ചു. എന്റെ വിവാഹബന്ധം ഒഴിയാൻ ഞാൻ തയ്യാറാണ്. നിന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജീവിതം തന്നെ എനിക്ക് ആവശ്യമില്ല. ഉപേക്ഷിക്കണ്ട. ശാന്തയെ കൂടെ വിവാഹം കഴിച്ചാൽ മതി. ശാന്തയും അമ്മയും ഇന്ന് തന്നെ വീട്ടിലേക്ക് അയക്കണം. എല്ലാം ഞാൻ അറിഞ്ഞു. കാര്യം എന്തൊക്കെയായാലും നല്ലത് തന്നെ. ഒരു കുട്ടിക്കാരി കാണുവാൻ കുറെ കാലമായില്ലേ മോഹിക്കുന്നു. പക്ഷേ ഒന്ന് പറയാം, ശാന്തക്കുഞ്ഞ് കളിച്ചു നടക്കുന്ന പ്രായമാണ്. പ്രഭാകരൻ വയസ്സുകൊണ്ട് അങ്ങോട്ട് ചേരുമോ? അതൊന്നും നോക്കാനില്ല ശങ്കര. സ്നേഹമാ വലുത്. അവൾ അവനെ സ്നേഹിക്കാതിരിക്കത്തില്ല. എന്നെ കല്യാണം കഴിക്കുമ്പം എനിക്ക് 13 അങ്ങേർക്ക് 32 വയസ്സ്. ആ പിന്നല്ല ഈശ്വരവിധി പോലെ. ശാന്തക്കുഞ്ഞും അമ്മയും വന്നോന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. ഇങ്ങനൊരു കാര്യം പറഞ്ഞു. ശാന്തക്കുഞ്ഞിന്റെ കല്യാണം നിശ്ചയിച്ചെന്ന്. വേറാന്നോ? അല്ല, കള്ളമാണ്. സ്നേഹമുള്ള ഭാര്യമാർ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമടി. നിന്നെ പോലെയല്ല. ഇത് നിശ്ചയിച്ചത് മാലതിയമ്മയ്ക്ക് കൊച്ചുങ്ങളുണ്ടാകാത്തത് കൊണ്ടാ. നിങ്ങൾക്ക് അത്ര സഹിക്കാൻ വയ്യെങ്കിലേ പോയി ഓപ്പറേഷൻ ചെയ്യിച്ച് മറ്റ് തങ്കമ്മയും കൂടെ ഒളിച്ചോണ്ട് നിർത്തിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട് മീനാക്ഷി. രാധാകൃഷ്ണനെ ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറയണം. എന്തിനാ പിന്നെ? കാര്യമുണ്ട്. ശാന്തി, എന്തിനാ നീ കരയുന്നേ? നിന്റെ ചേട്ടനെ കുറവില്ലേ? പിന്നെന്തിന് കരയുന്നു? ഞാൻ ഇന്നലെയാണ് വന്നത്. നിന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നിന്റെ ചേട്ടന്റെ വിവരം അറിഞ്ഞത്. ഇപ്പൊ നീ എന്തിന് കരയുന്നു? പറയൂ. ഇവിടെ വെച്ചല്ലേ നമ്മൾ നമ്മുടെ ഭാവിയെ പറ്റി തീരുമാനിച്ചത്. ആ ദിവസവും ആ നിമിഷവും ഞാൻ ഒരു കാലത്തും മറക്കില്ല. ഇവിടെ വെച്ച് തന്നെ അത് മറക്കണമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ശാന്തി, എന്താണ് ഈ പറയുന്നത്? എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ചേച്ചിക്ക് വേണ്ടി എന്നെ ഞാൻ ബലി കൊടുത്തു. ശാന്തി, ചേച്ചിയുടെ ഭർത്താവിന്റെ 2ാം ഭാര്യയായിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. നമ്മൾ സ്നേഹിച്ചു, പല വാഗ്ദാനങ്ങൾ ചെയ്തു. അതിലെല്ലാം ഈ പ്രകൃതി സാക്ഷി നിന്നു. എന്നെ മറന്നേക്കൂ, എന്നെ മറന്നേക്കൂ.
അവര് പുറപ്പെട്ടു. നമുക്കും പോകാമേ. ഗോപി, ഗോപി, നീ എവിടെ ആയിരുന്നടാ? മുഹൂർത്തത്തിന് ഇനി എത്തിയില്ലല്ലോ. എല്ലാം കഴിഞ്ഞില്ലേ? എന്തോന്ന്? ഗുരുതിയും കല്യാണോ? ഇവിടെ ഗുരുതി ഇളയുടെ കല്യാണോ? ഗോപി, അങ്ങനെ പറയരുത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. നിങ്ങളൊക്കെ ഇപ്പോഴും അന്ധവിശ്വാസികൾ തന്നെ. ഓ, നിന്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഈ ചെറിയ കുഞ്ഞിനെ നിങ്ങളിങ്ങനെ ഗുരുതിക്ക് കൊടുക്കില്ലായിരുന്നു. ഈ നല്ല സമയത്ത് നീ ഇങ്ങനൊന്നും പറയരുത്. ആ, ഞാനൊന്നും പറയുന്നില്ല, എല്ലാം അമ്മ അറിഞ്ഞോളൂ. അമ്മ ഏതായാലും ചെല്ല്, അവര് പോകാൻ തുടങ്ങും. അമ്മാവനെ നമസ്കരിക്കും. മോളകത്തേക്ക് പോ. പ്രഭാകര, ഈ വിവാഹത്തിന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീ എന്റെ അഭിപ്രായം ചോദിച്ചോ? അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തീരുമാനിച്ചത്. സാഹചര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വയസ്സനല്ലേ. വയസ്സന്മാർ അധികത്തെറ്റാണ്. അവരെ ബഹുമാനിച്ച് ഏകാന്ത തടവിലേക്ക് വിട്ടേക്കുക. പക്ഷേ എനിക്കും രണ്ടാം വിവാഹത്തിന് സന്ദർഭം ഉണ്ടായിരുന്നു പോനെ. നിന്റെ അമ്മ മരിച്ചപ്പോൾ അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തടങ്കൽ ജീവിതത്തിന്റെ ആവശ്യമില്ലായിരുന്നടാ. എന്താ സുഖമില്ലേ? ഒന്നുമില്ല. പിന്നെന്താ എനിക്ക് ആഹാരം തരാൻ എവിടെ നിന്നിരിക്കുന്നത്? ശാന്ത ഉണ്ടായിരുന്നല്ലോ. നിനക്ക് വരെ ശാന്തം മതിയോ? മതി, അവള് മതി. മാലതി, എന്ത് വേണം? വീട് വിട്ട് പോകണോ? ചാവണോ? ഉറങ്ങുകയായിരുന്നില്ലല്ലേ? ഉറക്കം ഭാവിക്കുകയായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ നിർബന്ധിച്ചിട്ടല്ലേ ഞാനിതിനെല്ലാം തയ്യാറായത്? അതിനെന്ത് കുഴപ്പം പറ്റി? അമ്മയ്ക്ക് ഉടനെ പോകണമെന്ന്. കുറച്ചു ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ? ഇന്ന് തന്നെ പൊയ്ക്കൊള്ളട്ടെ. തനിച്ചോ? അല്ല, ഞാൻ കൂടി പോകുന്നു. അത് വേണ്ട. വേണം, ഞാൻ പോണം. നിനക്ക് ഭ്രാന്തുണ്ടോ മാലതി? അമ്മ തനിച്ച് അവിടെ എങ്ങനെ താമസിക്കും? ഞാൻ കൂടി കുറച്ചു ദിവസം അവിടെ താമസിക്കാം. എതിര് പറയരുത്. നിഷേധിച്ചിട്ട് പോയെന്നും വരുത്തരുത്. എന്താണ്? കൊച്ചമ്മ പോവുകയാണ്. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എന്റെ മോള് പോയിട്ട് വാ.
ഞാൻ പോട്ടെ. എന്റെ വാക്കിന് ഒരു വിലയുമില്ലാതെ പോയല്ലോ. എന്റെ മനോസുഖത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞങ്ങള് പോകുന്നു. ഒന്നുമില്ല. ശാന്ത ഇതുവരെ ഉറങ്ങില്ലേ? ചേട്ടനൊരടി ഉറങ്ങുന്നത് എങ്ങനെ? ശാന്തേ, നീ വരൂ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. മന്വന്തരങ്ങൾ ജനിച്ചു മരിക്കുമീ മൺമതിൽ കെട്ടിനു മുകളിൽ, മൃദുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ ഇടംബലം നിൽക്കും തേരിൽ. സൗരയൂഥങ്ങളിൽ നീ വന്നു വിതയ്ക്കും സൗരഭ്യമെന്തൊരു സൗരഭ്യം കാലമേ. ഇനി എത്ര വസന്തങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്കു മാത്രം, എനിക്കു മാത്രം, എനിക്കു മാത്രം. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ
പ്രതിരൂപങ്ങളല്ലേ പ്രളയഭയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. സ്വർണപാത്രം കൊണ്ടു സത്യം മറയ്ക്കുമീ സംഗ്രമസന്ധ്യ തന്നടയിൽ പ്രപഞ്ചം ചുണ്ടിൽ നിന്നാമാക്ഷരവുമായി പ്രദക്ഷിണം വയ്ക്കും വഴിയിൽ സ്വർഗദീപാവലി നീ വന്നു കൊളുത്തും സൗന്ദര്യമെന്തൊരു സൗന്ദര്യം കാലമേ. ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്കു മാത്രം, എനിക്കു മാത്രം, എനിക്കു മാത്രം. പ്രളയഭയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ പ്രളയഭയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. ശാന്തകുഞ്ഞെ വയറ്റിലുണ്ടോ? എനിക്കറിയാൻ വയ്യ. അദ്ദേഹം മാലിന്യമ്മെ കാണാൻ കൂടെ വരുന്നില്ലല്ലോ. ഇത് എവിടുത്തെ നാട്ടു നടപ്പാ? എന്തിനു കാണാൻ വരുന്നു? എന്റെ ജീവിതം ഇങ്ങനെയായി. അവരെങ്കിലും സുഖമായി കഴിയട്ടെ. അല്ല, 2 ഭാര്യമാരുള്ളവരൊക്കെ ഇങ്ങനാന്നോ? ഒരു ദിവസം ഒരാളുടെ കൂടെ കഴിയും, അടുത്ത ദിവസം അടുത്ത ആളുടെ കൂടെ. അതാ നാട്ടു നടപ്പ്. മീനാക്ഷി, മറ്റു വല്ല കാര്യം പറയും. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ വയ്യ. അവർ സുഖമായി കഴിയട്ടെ. പക്ഷേ അദ്ദേഹത്തിന് സുഖമില്ലെന്ന് ശാന്തയുടെ എഴുത്തുണ്ടായിരുന്നു. അപ്പോൾ മുതൽ ഇന്നാണ് പറഞ്ഞത്. 4 ദിവസം കൂടെ കഴിയട്ടെ. എന്റെ നെഞ്ചെടുപ്പ് എനിക്ക് അറിയില്ല. എന്തൊരു നാണോ മാനോന്നും വേണ്ടേ? അതല്ലേ ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് പറഞ്ഞത്, പ്രൈവറ്റ് ആയിട്ട്. പ്രഭാകര, ആ എടാ സോമ, ആര്? ഓ എന്നെ തൊടാതെ, എന്റെ മേലെ ആകെ ചെളിയും വേർപ്പൊക്കെയാണ്. നീ എന്നൊന്നു 2 ദിവസം ആയല്ലോ. നിന്നെ കാണാൻ വരായിരുന്ന. പിന്നെ എന്തൊക്കെ വിശേഷം പറയടാ. എനിക്ക് എന്തോടാ വിശേഷം? ഇങ്ങനെ കാളയും കലപ്പയും പുറമ്പോക്കെ ആയിട്ട് കഴിയുന്നു. നീ അല്ലേ വലിയ സിംഗപ്പൂരുകാരൻ. ആ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? നിനക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് കുട്ടികളില്ല. കല്യാണം കഴിച്ചിട്ട് ഒത്തിരി നാളായില്ലേ? മാലതി പ്രസവിച്ചില്ല. അതുകൊണ്ട് അവളുടെ അനിയത്തിയെ കൂടി വിവാഹം കഴിച്ചു. അതിലും കുട്ടികളൊന്നുമില്ല. എല്ലാം വിധിയാണ് സോമ. അപ്പോ നിന്റെ തകരാറാണ്. പരിശോധിപ്പിക്കണം. ചികിത്സ കൊണ്ട് മാറും. എനിക്ക് യാതൊരു കുഴപ്പമില്ല. നീ പോടാ. നീ പഴഞ്ച കൃഷിക്കാരനാ. ഉടനെ ഡാക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണം. നീ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കെടുത്തോണ്ട് പോകും. നീ പോവോ? നിങ്ങൾ മാനസികമായി വളരെ അസ്വസ്ഥനാണ് ഡോക്ടർ. എന്റെ 2ാമത്തെ വിവാഹത്തിന് ശേഷം എന്റെ മനസ്സിന് ഒരു ശാന്തിയില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാൻ വളരെ പ്രയാസമാണ്.
ചികിത്സിപ്പിക്കണം. ഭയക്കാനൊന്നുമില്ല, ഭേദമാക്കാം. ഞാൻ ഏറ്റു. മെഡിക്കൽ സയൻസ് വളരെ പുരോഗമിച്ച കാലമല്ലേ പ്രഭാകരൻ. ശരിയാക്കാം. ഡോക്ടർ, എന്റെ അറിവില്ലായ്മ കാരണം 2 ജീവിതങ്ങളാണ് ഡോക്ടർ ഞാൻ നശിപ്പിച്ചത്. നിങ്ങൾ വെറും അന്ധവിശ്വാസിയാണ്. ചികിത്സിക്കൂ, നിങ്ങൾ ചികിത്സിക്കൂ, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. പ്രഭാകരൻ അവിടെ പോയിരുന്നു. എനിക്ക് എന്ത് വേണം? ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ട് വരിക. ഈ ഡോക്ടർമാരുടെ അടുത്ത് പോകരുത്. അവർ പറയുന്നത് വിശ്വസിക്കരുത്. അവരാണ് നമ്മളെ വഴിയെത്തിക്കുന്നത്. തന്നെ പോലുള്ള കള്ളന്മാരെ വിശ്വസിക്കാൻ പാടില്ല. ഈ വീടിന്റെ പടിയിൽ നിന്ന് കയറി പോരുത്. എന്നോട് കളിക്കരുത് പ്രഭാകര. ഞാൻ ശപിക്കും. ശപിക്കും അല്ലോ, ശപിക്കും. ഈ പടിക്കകത്ത് കയറിയുണ്ടല്ലോ, ശപിക്കും. പ്രഭാകര പണിക്ക് വരും. കാര്യമായിട്ട് പറയുകയാണ് പ്രഭാകരം. അച്ഛൻ, സന്യാസിമാർക്ക് അച്ഛനില്ല, അമ്മയില്ല, മറ്റ് യാതൊരു ബന്ധങ്ങളുമില്ല. വൃക്ഷലതാദികളും പക്ഷമൃഗാദികളുമാണ് അവരുടെ അച്ഛനമ്മമാർ. ഈ ലോകമാണ് അവരുടെ തറവാട്. ഞാൻ സന്യാസി ഒന്നുമല്ല, എന്റെ അച്ഛൻ കോഴിയും പൂച്ച ഒന്നുമല്ല, ഈ നിൽക്കുന്നതാ. എന്നാലും എന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര കൊല്ലമായി. പിന്നെ ഞാൻ ഈ കോവാലിനെ പറ്റു, അതിന്റെ ആളെ പെണ്ണിനെ പറ്റു. ഇത് എന്തോ അച്ഛാ ഇത്? നമുക്ക് വീട്ടിലോട്ട് പോകാത്ത അമ്മ അച്ഛനെ കാണാൻ സുഖമല്ലാതെ കിടപ്പാത്ത. നീ എന്നെ മായെങ്കിലോട്ട് പിടിച്ച് വലിക്കാതടി. ആ പിന്നെ മായ കുന്നവാ. അമ്മ എപ്പോഴും അച്ഛന്റെ കാര്യം പറയും. മോനെ എന്റെ അപ്പൂപ്പനാടാവുന്നുണ്ട്. മാറ്റ നമുക്കങ്ങ് വീട്ടിലോട്ട് പോവാം. അമ്മ അച്ഛനെ കാണാൻ ഞങ്ങൾ ധൃതിപ്പെട്ടിരിക്കുക. നിന്നെ ഞാൻ ശപിക്കും മീനാക്ഷി. ആ അപ്പൊ അച്ഛന്റെ മോളെ മനസ്സിലായി. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം അച്ഛാ. ഇത്രയും നാളും അച്ഛൻ കള്ളച്ചോറ് എന്നൊക്കെ നടന്നില്ലയോ? നീ അങ്ങോട്ട് വന്നാട്ടെ, ഞാൻ നോക്കിക്കോളാം അച്ഛനെ. കൊച്ചുവാനെ ഒന്ന് എടുത്താട്ടെ. മോനെ കോവാല അപ്പൂപ്പനാണോ? അപ്പൂപ്പനോ? ഇത്രയേറെ ദുഃഖത്തിന് കാരണം എന്തുണ്ടായി? എന്നോട് പറയരുതോ? ചേച്ചിയെ കുറിച്ച് ഓർത്തിട്ടാണോ? അല്ല, എന്നെ കുറിച്ച് ഓർത്തിട്ടാ. ഞാൻ വരാൻ കൂടെ വൈകും. നീ കിടന്നു. ഞാനാ. എന്താ പിന്നെ ഈ ആ സമയത്ത്? മാലതി ഉറങ്ങിയോ? ഉറങ്ങി. മാലു, മാലു, എന്താ? എന്താ പറയൂ? എനിക്ക് മാപ്പ് തരൂ മാലു, എനിക്ക് മാപ്പ് തരൂ. സാറെന്നും ചേച്ചിയുടെ അടുക്ക പോയതായിരിക്കും. കുഞ്ഞു പോയി കിടന്ന് ഉറങ്ങിച്ചാട്ടെ. എനിക്ക് രാത്രിയും പകലും ഉറക്കം മാത്രമേ ഉള്ളല്ലോ, പിന്നെന്താ? എന്നാലും സാർ എന്നും രാത്രിയിൽ ചേച്ചിയുടെ അടുക്ക പോകുന്നത് ശരിയല്ല. വല്ലപ്പോഴും ശാന്ത കുഞ്ഞും പഠിക്കാൻ വരണ്ടേ?
ഇവിടെ വന്ന് കാര്യമൊക്കെ അന്വേഷിക്കാറുണ്ടല്ലോ. രാത്രിയായി ഭാര്യയുടെ അടുത്ത് പോകും. എല്ലാ പുരുഷന്മാരും അങ്ങനെയാ. ശാന്തക്കുഞ്ഞ് ഒരു ഭാര്യയാണല്ലോ. നിനക്കത് മനസ്സിലാവില്ല. പ്രസവിക്കാനുള്ള ഒരു ഉപകരണം എന്ന നിലയ്ക്കാണ് എന്റെ കഴുത്തിൽ മാലയിട്ടത്, സ്നേഹത്തിന്റെ പേരിലല്ല. അപ്പോൾ സ്നേഹിക്കുന്ന ഭാര്യയെ മാത്രം ഓർമ്മിക്കും. അത് തെറ്റൊന്നുമില്ല. തെറ്റ് ചെയ്തത് ഞാൻ മാത്രം. എന്നാലും ഇത് മര്യാദയാണോ മാലതി? പ്രഭാകരൻ എന്നും രാത്രിയിൽ ഇങ്ങോട്ടിങ്ങ പോരും. ശാന്ത കൊച്ചു പെണ്ണല്ലേ, അവളെ കല്യാണം കഴിച്ച് ആ വീട്ടിലെത്തിയിരിക്കുന്നു. നീ പ്രഭാകരനോടൊന്ന് പറയണം. ഇവിടെ വരണ്ടെന്ന് ഞാൻ പറയണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓ കുടിക്കുമോളെ, ഞാൻ പറഞ്ഞ കാര്യം നീ പ്രഭാകരനോട് പറയുമോ? അല്ലെങ്കിൽ നീയും കൂടെ അവിടെ പോയി താമസിക്കും. അതാവും ഞാൻ നല്ലത്. എനിക്കും ശാന്തയ്ക്കും കൂടെ ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലമ്മേ. എന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. മരുന്ന് കഴിക്കണ്ടേ? ഇനി ഒരു ഗുളിക കൂടിയുണ്ട്. എന്താ കൂട്ടപ്പാ? ഇന്ന് രാവിലെ മാലതിയമ്മയ്ക്ക് ബോധക്ഷയം പോലെയൊക്കെ ഒന്ന് വന്നു. ചേച്ചിക്ക് എന്താ? ആശുപത്രി കൊണ്ടുപോയോ? ഡാക്ടറെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. നമുക്ക് ഉടനെ പോകണം. കുട്ടികളും പൊയ്ക്കോ, ഞാൻ ഉടനെ വന്നേക്കാം. എന്താ മാലയ്ക്ക് സുഖമില്ലാന്ന് പുസ്തകമെന്ന് പറഞ്ഞു. ഇത് നീ വേഗം ചെല്ല്. ശാന്തേ, നീ കൊടുക്കൂ. പരിക്രമിക്കാൻ ഒന്നുമില്ല. മാലതിയോടെ അകത്ത് കിടക്കുന്നു. ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പോയി. എന്താണ് ചേച്ചിക്ക്? ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. ഗർഭിണികൾക്ക് ചില വളയത്തിലും മയക്കമൊക്കെ ഉണ്ടാകും. ഞാൻ എത്ര പ്രാവശ്യം മയങ്ങിയിട്ടുണ്ടെന്നോ. മാലതി, ഞാൻ ഭാഗ്യവാനാണ്. ഞാനാണ് ഭാഗ്യവതി. മോളിവിടെ വന്നതിന് ശേഷം ആരോടും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എനിക്കൊന്നും ഉണ്ടാവില്ല. നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമല്ലേ. മോള് കിടന്നു. എല്ലാ ഈശ്വരാധീനം. നമുക്ക് നാളെ അമ്പലത്തിൽ പോയി ഒരു വഴിപാട് നടത്തണം. ശരി.
വെളുപ്പിനെണീറ്റ് നമുക്ക് രണ്ടുപേർക്കും കൂടി നിർമ്മാല്യം തൊഴണം. ശാന്തക്കുഞ്ഞ് 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 ശാന്തക്കുഞ്ഞ്